വളരെ സന്തോഷകരമായ ചില സംഭവവികാസങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നടക്കുന്നു എന്ന് നമ്മുടെ കേരള പൊളിറ്റിക്സിൽ നടക്കുന്നു എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമാണ് ആയിട്ട് ഞാൻ കാണുന്നു. അത് കാരണം ഇപ്പം ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റുകാരനും അല്ല, മുസ്ലിം ലീഗും അല്ല, ഇതൊന്നും അല്ല. ഞാനിങ്ങനെ സ്വതന്ത്രമായിട്ട് ഇത് നോക്കിക്കാണുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ ഭരണവൈകല്യവും ഭരണപരമായ ധൂർത്തും കാണുമ്പോൾ എൻ്റെ മനസ്സ് മടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭരണം വീണ്ടും തുടർച്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളം അടുത്ത ഒരു ബംഗാളായിട്ട് മാറും. പഴയ ബംഗാൾ, ഇപ്പോഴത്തെ ബംഗാളല്ല, പഴയ ബംഗാളായിട്ട് മാറും. അപ്പോൾ ആ രീതിയിലേക്ക്, കാരണം തോന്നിവാസം പോലെ നടക്കല്ലേ ഇവര്. ഏത് കാര്യത്തിനും കേന്ദ്രത്തെ പഠിക്കും. പക്ഷേ ഇപ്പൊ എന്താണെന്നറിയോ, ഇവിടെ കരിമണൽ ഖനനം ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നതും അവന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇത് കണ്ട് മനസ്സിലാക്കി ഇതിന്റെ വരുമാനം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നോക്കിയപ്പോ BJP അവർക്കിത് ഈ താല്പര്യം വന്നത്. അവരിനി കടലിന് അകത്തുനിന്നൊക്കെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചേക്കാണ്. കടലിന്റെ കര മാത്രമല്ല, കടൽ തന്നെ അതിൽ നിന്ന് ചെളി നീക്കം ചെയ്തിട്ട് അതിൽ നിന്ന് ഖനനം നടത്താൻ അവർ തീരുമാനിക്കുകയാണ്. ധാതു മണൽ ഖനനം ഇത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദശലക്ഷം കോടിയാണ് അതിൽ നിന്ന് പോകാൻ പോകുന്നത്. അത് ഏതാണ്ട് 20 ഇയേഴ്സിനെങ്ങാണ്ട് കോൺട്രാക്ട് ഏതോ സ്വകാര്യ കമ്പനിക്കൊക്കെ കൊടുക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തേക്കുന്നത്. അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതണ്ട. കാരണം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ, അവരിറങ്ങിയാൽ, അവർ നെഞ്ചും പിരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കമ്പനിക്കും വന്ന് കടലിൽ ഇറങ്ങാൻ ഒക്കത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അവരങ്ങനെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ധൂർത്തും വളരെ വലിയ അഴിമതിയൊക്കെ കണ്ട് മനമെടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് കാണുന്നത് ഭരണ തുടർച്ച ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഈ വയസ്സ് ബാധകമല്ല. ഏതാണ്ട് 80 വയസ്സ് ആയിട്ടുണ്ട്, അത് എത്രയോ കൊണ്ടുണ്ട്. അത് വയസ്സ് കുഴപ്പം ബാധ്യതയില്ല. പണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണമായിരുന്നു, അതൊക്കെ വയസ്സ് ഇതിനകത്ത് ഒരു ഇതുമില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് ബാധകമല്ല എന്നാക്കിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വീണ്ടും മുഖ്യമന്ത്രി നമ്മൾ സഹിക്കണം എന്നുള്ളതാണ്, ഈ പറയുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ഒരു ഭരണ തുടർച്ച ഉണ്ടായിപ്പോയാലുണ്ട് അഴിമതി വളരെ കൂടും, അത് ഉറപ്പാണ്. അപ്പോൾ അത് അങ്ങനെ വർദ്ധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകണം. ഇവിടെ ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അത് നടക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കോൺഗ്രസിൽ ഉള്ള തമ്മിലടിയാണ് ആയിരുന്നു. അത് കുറേ മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ ഒത്തിരി പേരുണ്ട്, അവരെല്ലാം കൂടെ ഇങ്ങ് ഇടിച്ചു കയറി. ഇപ്പോൾ അതിനകത്ത് ആശാവഹമായ ഒരു കാര്യം, അതിലൊരു വലിയ കണ്ടന്ററായിരുന്ന നമ്മുടെ ശ്രീ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം ഞാനില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു അതെന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു അതിന് യോഗ്യതയുള്ള ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ ഈ സമ്മേളനത്തിൽ തന്നെ ഇരിപ്പുണ്ട് എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. ഏതായാലും ഒരു മത്സരാർത്ഥി അങ്ങോട്ട് മാറിയല്ലോ, വളരെ വലിയ കാര്യം. ഈ ഒരു അടുപ്പവും ഒക്കെ തന്നെ വേണം. അതിനിടയിൽ ശശി തരൂരിൻ്റെ പ്രസ്താവനകൾ ഒരു വളരെ ദോഷം ചെയ്തു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അണികളിൽ ഒരുപാട് ചിന്താക്കുഴപ്പമുണ്ടാക്കി. അണികളുണ്ടെങ്കിൽ അവർക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കി. കാര്യം ശ്രീ പിണറായി വിജയന്റെ ഭരണത്തെ വളരെ സുസ്ഥിരമായ ഭരണമാണ് എന്നുള്ള രീതിയിലും ഭരണ നേട്ടങ്ങളെ അങ്ങോട്ട് പറഞ്ഞും ഒക്കെ അങ്ങ് പോയി. വളരെ ഒരുപാട് പേരെ ഇവിടെ ആകർഷിച്ച് വരുത്തുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു, ഇതെല്ലാം പറഞ്ഞൊക്കെ അങ്ങ് പോയി. ഇവിടെ കാലണയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരുന്നില്ല. അത് യഥാർത്ഥത്തിൽ ശ്രീ ശശി തരൂരിന് ഇവിടുത്തെ സിറ്റുവേഷനെ കുറിച്ച് യാഥാർത്ഥ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് ആ പറഞ്ഞത്, ഒരു സംശയമില്ല. അതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ചും വളരെ അദ്ദേഹം വാചാലനായി പുകഴ്ത്തി ലേഖനമൊക്കെ എഴുതി. ഇന്ത്യൻ എക്സ്പ്രസിന് അത് എഴുതിയതാണ്. ഇത് ഒരുപാട് ചിന്തക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇന്നലെ തന്നെ അവിടെ എല്ലാവരും തള്ളി പറഞ്ഞു. ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഇതിനെ തള്ളി പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, ശരിയല്ല. കാരണം ഇതിൻ്റെ കോട്ടങ്ങളെ എടുത്ത് കാണിക്കേണ്ട സമയത്താണ് നേട്ടങ്ങളെ എടുത്തു പറയുന്നത്. അതാണ് കാര്യം. അപ്പോൾ അതാണ് എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായമാണ്. ഞാൻ അങ്ങനെ രാഷ്ട്രീയം പറയുന്നതല്ല, ഞാൻ അങ്ങനെ പറയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയും. പക്ഷെ ഇത് കയറിയിരുന്നുകൊണ്ട് അത് പറയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അല്ലേ പറയണം ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയാം. അങ്ങനല്ലല്ലോ ഇത്. ഇപ്പൊ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട്
അദ്ദേഹം അത് പറയുകയാണ്. അപ്പോൾ ഇനി അപ്പോൾ ഇത് കുറേ ആളുകൾ അങ്ങോട്ട് പോയതോടുകൂടി അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അത് വേറെ ഇതിപ്പോൾ ശ്രീ വി ഡി സതീശൻ ഇത് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ചിലർക്കുള്ള ഒരു ട്രാപ്പാണെന്ന് ഞാൻ കാണുന്നു. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് പിന്നൊരു അവസരത്തിൽ ഞാൻ പറയാം. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ വ്യക്തമാണ്. ഇനി അത് പോട്ടെ. ഇപ്പം ഏതായാലും ഈ തമ്മിലടി, അതായത് ഈ ഇവിടുത്തെ KPCC പ്രസിഡന്റിനെ മാറ്റണം എന്നൊരു വലിയ മുറവിളി ഇവർക്ക് അങ്ങുണ്ടായി, ഉള്ളുവിളി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്രീ സുധാകരൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടു നടന്ന പ്രസ്ഥാനമാണിത് കണ്ണൂര്. അല്ലെങ്കിൽ ഈ പറയുന്ന 4 ചങ്കുണ്ട് 5 ചങ്കുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റും? അവരോടെല്ലാം ഇറങ്ങി ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കയറി വന്നേക്കുന്ന ആളാണ് ശ്രീ സുധാകരൻ. അദ്ദേഹത്തിനെ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലാണ് കോൺഗ്രസിനെ ഇവിടെ KPCC പ്രസ്ഥാനം ഏൽപ്പിച്ചേക്കുന്നത്. അദ്ദേഹത്തിനെ മാറ്റേണ്ട കാര്യം എന്ത് അനിവാര്യതയുള്ള മാറ്റം? അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ മാറ്റുന്നെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് കിട്ടേണ്ടതൊക്കെ കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എനിക്കിനി വേറെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ഇത് പറയാൻ അദ്ദേഹം തയ്യാറായി. അത് അതിന് ശേഷമാണ് ശ്രീ വി ഡി സതീശനും ഇപ്പോൾ തയ്യാറായി. നല്ലതാണ്. ഇപ്പോൾ 2 കണ്ടസ്റ്റൻസ് അങ്ങ് മാറി. ഇനി ബാക്കിയുള്ളവരുടെ കാര്യമുള്ളൂ, അത് അവർ തമ്മിൽ തീരുമാനിച്ചോളൂ, പ്രശ്നമില്ല. അത് വലിയ പ്രശ്നം വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇതിപ്പോൾ ഈ തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഒരു മഞ്ഞുരുകൽ ഉണ്ടായല്ലോ. ഇനി അത് ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് നിന്നാൽ നിങ്ങൾ തമ്മിലടിയില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതൊരു നാടകമായിട്ട് മാറരുത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമായിട്ട് തന്നെ ജനങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ഇനിയുള്ള പ്രവൃത്തിയിൽ നടക്കും. കാരണം ഇലക്ഷൻ വരാൻ പോവാണ്. ഇനി ഒരുപാട് സമയമൊന്നുമില്ല. ഒരു വർഷത്തിൽ ചില്ലറ മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ, ജനങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ശ്രീ പിണറായി വിജയന്റെ ടീമിനെ ഈ 2ാമത് തന്നെ ജയിപ്പിച്ചത്. കഴിഞ്ഞ ഇലക്ഷന് ശ്രീ രമേശ് ചെന്നിത്തല എത്രയോ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതെല്ലാം ശരിയുമായിരുന്നു. ഒരെണ്ണവും കളവല്ലെന്ന് ജനങ്ങൾക്കും അറിയാം. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ അവസാനം രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ആകരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ഇവരുടെ ധൂർത്ത്, അഴിമതി, ഇതെല്ലാം ഒളിച്ചു കാട്ടണം. ആ കാട്ടുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകണം. അങ്ങനെ മനസ്സിലായാൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ഇല്ലെങ്കിലുണ്ടല്ലോ, ജനങ്ങൾക്ക് നിങ്ങൾ തമ്മിലടിയായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയും അവമായി കിടന്ന് തമ്മിലടിയാ, പിന്നെ എങ്ങനെ എന്നുള്ളൊരു ധാരണ വരും. അങ്ങനെ വരരുത്. അതൊന്നും മാറ്റണം. അത് മാറ്റാൻ ഇന്നലത്തെ യോഗം എന്തുകൊണ്ടും അതിൻ്റെ തീരുമാനം അത്ര നന്നായി. ശ്രീ സുധാകരനെ മാറ്റിയിരുന്നെങ്കിൽ വളരെ മോശമായ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് പോകുമായിരുന്നു. അത് മാറ്റാതിരുന്നത് നന്നായി. അദ്ദേഹം തന്നെ വേണ്ട എന്ന് പറയുമ്പോൾ മാത്രമേ അദ്ദേഹത്തിനെ ഇറക്കി വിടാവൂ. അല്ലാതെ അദ്ദേഹം കഴിവില്ലാത്ത ആളല്ല, അഭിപ്രായമില്ലാത്ത ആളല്ല, ധൈര്യമില്ലാത്ത ആളല്ല. അവിടെ നിന്ന് പൊരുതി ഇപ്പോഴും ലോക്സഭയിലേക്ക് നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചല്ലോ. ഏതായാലും ഈ തീരുമാനമുണ്ടല്ലോ, ശ്രീ സുധാകരനെ മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിൽ നിന്നുള്ള തീരുമാനം, അത് ചർച്ച പോലും ആയില്ല എന്നുള്ള നിങ്ങളുടെ പ്രസ്താവനകൾ, ഇതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. ഇത് ജനങ്ങളിലേക്കൂടെ നിങ്ങൾ എത്തിക്കണം. അണികളിലേക്കും ജനങ്ങളിലേക്കും ഇതെത്തണം. ഈ മെസ്സേജ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഈ അഴിമതിക്കും ധൂർത്തിനും എതിരെ ഞങ്ങൾ പോരാടും എന്നുള്ളത് വരണം. ശ്രീ വി ഡി സതീശനോട് രാഹുൽ ഗാന്ധി ചോദിച്ചു, എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ എന്ന് ചോദിച്ചു. ഇനി അടുത്ത നിയമസഭ നിർബന്ധമായിട്ട് 100 സീറ്റ് നേടിയെടുക്കും എന്നുള്ളതാണ്. നല്ല ആ പ്രസ്താവന നല്ലതാണ്. 100 സീറ്റ് നേടിയെടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കോൺഗ്രസിന് എത്ര സീറ്റ് വരും എന്നുള്ളത് ചോദിച്ചു. ഇപ്പോൾ ഉള്ള 21 സീറ്റിൻ്റെ ഇപ്പോൾ ഉണ്ട്, 21 സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതിനോടൊപ്പം 44 സീറ്റ് കൂടെ കോൺഗ്രസ് ജയിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് ജയിക്കാൻ പറ്റും, അത് ശ്രമിച്ചാൽ, തമ്മിലടിയില്ലെങ്കിൽ. കാരണം ഇവിടെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അഹങ്കാരവും ധാർഷ്ട്യവും അഴിമതിയും ധൂർത്തും ഇതെല്ലാം കണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങളൊരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ മുമ്പോട്ട് പോവുക.
പിന്നെ ആ വീക്കർ സെക്ഷന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുക. തൻ്റെ ഇഷ്ടം, സ്വന്തം ഇഷ്ടമൊക്കെ മാറ്റി വെക്കുക. നിസ്വാർത്ഥ സേവനമായിരിക്കട്ടെ നിങ്ങളത്. അങ്ങനെ ആയിരിക്കണം. അതായിരിക്കണം രാഷ്ട്രീയം. അല്ലാതെ എനിക്ക് ആ സ്ഥാനമാനങ്ങൾ മാത്രം നോക്കി ആകരുത് രാഷ്ട്രീയം. ഇപ്പോൾ ശ്രീ സുധാകരൻ പറഞ്ഞതുപോലെ, ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കളും ആ രീതിയിലുള്ള പ്രവർത്തനമായി മുമ്പോട്ട് പോകണം. അവിടെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയൊക്കെ പറഞ്ഞ അഭിപ്രായം എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ ആശാ വർക്കർമാരുടെ അവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ വളരെ വീക്കായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾക്ക് വേണ്ടി അതൊക്കെ ഒന്ന് ചെയ്യണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അവിടെ ഈ ആശാ വർക്കർമാരൊക്കെ ഇപ്പോഴും തെരുവിൽ കിടക്കല്ലേ. അവരുടെ സമരത്തെ നേരിടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ CITU ആശ എന്ന് പറയുന്ന ബദൽ സംഘടനയെ കൊണ്ടാണ് ഇവരെ നേരിടുന്നതും തെറി പറയുന്നതും. അതിൻ്റെ ആശാ വർക്കർമാരുടെ ആ സമരത്തിലെ നേതാവിനെ എന്നെ കുറിച്ച് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു CPM കാരൻ പറഞ്ഞിട്ടുണ്ട്. ആരാന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞു. എന്തെന്നറിയോ? കീടം എന്നാണ്. കീടം. പിന്നെ എന്തായാലും നമ്മുടെ ഗോവിന്ദൻ സഖാവ്, MV ഗോവിന്ദൻ സഖാവ്, അദ്ദേഹം അതിനെ ഒന്ന് തള്ളി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാന്നല്ല പറഞ്ഞേ, നല്ല പദങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഇന്ന് മാതൃഭൂമിയിൽ പറഞ്ഞു നല്ലൊരു പദം കിട്ടി, നികൃഷ്ട ജീവി എന്നുള്ളത് ഇപ്പോൾ പുതിയതായിട്ട്. ഇനി അത് ഉപയോഗിക്കണം. അപ്പോൾ കണ്ടാ ചിരിച്ചു ആ രീതിയിലാണ്. എന്തോ ആയിക്കോട്ടെ, അവർ തെരുവിൽ കിടക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണം. ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക. നന്നാകട്ടെ. കേരളം നന്നാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു.